നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇന്നൊരു കാര്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കന്യാകുമാരിയിലെ സ്വാമി വിവേകാനന്ദൻ്റെ പേരിലുള്ള വിവേകാനന്ദ കേന്ദ്രം, അതിൻ്റെ അധ്യക്ഷനായിരുന്ന മലയാളി കൂടിയായ ശ്രീ എ ബാലകൃഷ്ണൻ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കാവിയുടുക്കാത്ത സന്യാസി എന്ന് തന്നെ പറയാം. വളരെ നിസ്സംഗനായി, നിസ്വാർത്ഥനായി വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ചുകൊണ്ട് വിവേകാനന്ദ കേന്ദ്രത്തെ അതിൻ്റെ എല്ലാ മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നയിച്ച ഒരു മഹാത്മാവായിരുന്നു. അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചിരിക്കുന്നു. സത്യത്തിൽ അത് വിവേകാനന്ദ ഭക്തരായ, വിവേകാനന്ദ ആദർശത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. ശ്രീ എ ബാലകൃഷ്ണൻ അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇദ്ദേഹത്തെക്കുറിച്ച് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക്, പഴയ തലമുറയ്ക്ക് അദ്ദേഹത്തെ അറിയാം, പക്ഷെ പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് അധികമൊന്നും അറിയില്ല. അദ്ദേഹത്തെയും ഒപ്പം തന്നെ വിവേകാനന്ദ കേന്ദ്രത്തെയും ഒന്ന് പരിചയപ്പെടുത്തിയാൽ അത് നമ്മുടെ പ്രേക്ഷകർക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. 1970 സെപ്റ്റംബർ 2 വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കന്യാകുമാരി. അതെ, അന്നത്തെ രാഷ്ട്രപതി വി ഗിരി, പിന്നെ ഉപരാഷ്ട്രപതിയും അതിൽ പങ്കെടുത്തിരുന്നു GS പാതക്, പിന്നെ രാമകൃഷ്ണ മിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്വാമി രംഗനാഥാനന്ദ, സ്വാമി വീരേശ്വരാനന്ദ, അന്നത്തെ രാമകൃഷ്ണ മിഷൻ്റെ പ്രസിഡന്റ്, പിന്നെ സാക്ഷാൽ ചിന്മയാനന്ദജി, പിന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെ പ്രതിനിധീകരിച്ച് MS ഗുരുജി ഗോൾവാൾക്കർ. അങ്ങനെ അതൊരു ഭാരത ചരിത്രത്തിൻ്റെ ഒരു നിർണായക ഘട്ടമായിരുന്നു. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് വിവേകാനന്ദ കേന്ദ്രം ഉണ്ടായത്, 1973. ആ 1973 ഏകനാഥ റാനഡെ വിഭാവനം ചെയ്ത വിവേകാനന്ദ കേന്ദ്രത്തിലെ 2 വർഷത്തെ ജീവൻ പ്രതി കോഴ്സിൽ പങ്കെടുത്ത മലയാളിയാണ് ശ്രീ എ ബാലകൃഷ്ണൻ. ഓ, അത് ശരി. അദ്ദേഹം പിന്നീട് ഒരു അരനൂറ്റാണ്ടോളം ഈ വിവേകാനന്ദ കേന്ദ്രത്തെ നയിച്ചുകൊണ്ടിരുന്നു, വളരെ നിശബ്ദമായും അതേ സമയത്ത് നിസ്തുലമായിട്ട്. ഇപ്പം നമുക്ക് പരമേശ്വർജി അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ഡോക്ടർ M ലക്ഷ്മികുമാരി പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷമാണ് ബാലകൃഷ്ണൻജി വരുന്നത്. പക്ഷെ മലയാളികൾക്ക് പോലും അദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹം പ്രസിഡൻ്റായ സമയത്ത് 2020 പ്രസിഡൻ്റ് ആവുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സമീപിച്ചു, ഒരു അഭിമുഖം ഏതെങ്കിലും. അത് വേണ്ട, ഇതായിരുന്നു എ ബാലകൃഷ്ണൻ. വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, അതിനപ്പുറം. അതായത് ഇങ്ങനെ ഒരു പബ്ലിസിറ്റിയിലൊന്നും അദ്ദേഹം വലിയ താല്പര്യം, യശോകാമനായിരുന്നില്ല, ഒട്ടും യശോകാമനായിരുന്നില്ല. നേരെ സംബന്ധിച്ച് യശോകാമനല്ലാത്ത ഒരു കർമ്മയോഗിയായിരുന്നു എ ബാലകൃഷ്ണൻ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം ഞാൻ 1996 അവിടെ വിവേകാനന്ദ കേന്ദ്രത്തിൽ, കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിലെ അധ്യാപക പ്രശിക്ഷണ ശിബിരം 21 ദിവസത്തെ, ആ സമയത്ത് ആണ് എ ബാലകൃഷ്ണൻ ജിയെ പരിചയപ്പെടുന്നത്. പിന്നെ ഞാൻ അരുണാചൽ പ്രദേശിൽ പോകുന്നു. അപ്പോൾ അരുണാചൽ പ്രദേശ്, ആസാം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് എ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തെ പോലെയുള്ള ഒരാളാണ്. കാര്യം 1973 വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ, അതിനുമുമ്പ് എയർഫോഴ്സിലായിരുന്നു അദ്ദേഹം. കേരളത്തിൽ എവിടെയാണ്? കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂരിനടുത്ത് വെങ്ങാനൂർ ആണ് സ്വദേശം. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് അറിയാവുന്ന സ്ഥലം. ചേലക്കര ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു. പിന്നീട് കേരളവർമ്മയിൽ ഡിഗ്രി, തൃശ്ശൂർ കേരളവർമ്മയിൽ പഠിച്ച് പിന്നീട് എയർഫോഴ്സിൻ്റെ ഒരു പരിശീലനം കഴിഞ്ഞ് 10-16 വർഷം എയർഫോഴ്സിൽ വിരമിച്ച ഉടനെ 1973 കന്യാകുമാരി വന്ന് ചേർന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ആദ്യത്തെ സേവന
ജീവൻ വൃതി എന്നുള്ള നിലയ്ക്ക് അരുണാചൽ പ്രദേശിലെ സോണൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ അതിൻ്റെ സെക്രട്ടറിയായി ഏകനാഥ്ജി നിയോഗിച്ചു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് ചൈനീസ് ആക്രമണം നടന്നിട്ട് അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമായിട്ട് തീരാനുള്ള ശ്രമമൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി നേതൃത്വം പ്രത്യേക സ്പെഷ്യൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് വിവേകാനന്ദ കേന്ദ്രത്തിന് അവിടെ സ്കൂളുകൾ തുടങ്ങാൻ വിവേകാനന്ദ കേന്ദ്രം. ഞാനും 96 ഒരു വർഷം അരുണാചൽ പ്രദേശിലെ ഒയാൻ എന്നുള്ള സ്ഥലത്ത് പോയിരുന്നു. അപ്പം എൻ്റെ പോക്ക് തന്നെ 4 ദിവസം ട്രെയിൻ യാത്ര, പിന്നെ ഡിബ്രൂഗഡ് ഇറങ്ങിയാൽ അവിടുന്ന് അപ്സ്ട്രീം അല്ല ഗുവാഹട്ടിയിൽ ഇറങ്ങണം, അവിടുന്ന് ഡിബ്രൂഗഡ് വരെ 16 മണിക്കൂർ ബസ് യാത്ര, അത് കഴിഞ്ഞ് ബ്രഹ്മപുത്ര അപ്സ്ട്രീമാണ്. അപ്പം വീണ്ടും ഒരു ദിവസത്തോളമുള്ള ബോട്ടിലുള്ള യാത്ര, അത് കഴിഞ്ഞ് 6 മണിക്കൂറുള്ള ബസ് യാത്ര നമ്മൾ വർക്ക് ചെയ്യേണ്ട സ്ഥാപനത്തിൽ 96. ഇത് 73-74 കാലത്ത് ബാലകൃഷ്ണൻജി അവിടുത്തെ സോണൽ ഇതായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ പകുതി സൗകര്യങ്ങൾ ഉണ്ടാവില്ല. ഞാൻ 96 പോകുമ്പോൾ ഒന്നും തന്നെയില്ല. അപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ച സമയത്ത് ഉദാഹരണത്തിന് അവിടെ ഒരു സ്കൂളിൽ കുറേ മലയാളി അധ്യാപകരുണ്ടായിരുന്നു. അതിലെ ഒരാൾക്ക് വളരെ അസുഖം ബാധിച്ചപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ച ആ സ്കൂളിൽ നിന്നും അരുണാചലിൻ്റെ ഇറ്റാനഗർ വരെ മുളം തണ്ടിൽ പിടിച്ചിട്ടാണ് ബാലകൃഷ്ണൻജി മറ്റൊന്ന് 2 പേരും കൂടിയും ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അത് 2-3 ദിവസം കഴിഞ്ഞു. കാടുകളും. അപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ ഒരു പ്രത്യേകത, ഭാരതത്തിൽ സൂര്യൻ ആദ്യമായി ഉദിക്കുന്നത് അവിടെയാണ് അരുണാചൽ. അതായത് കേരളത്തിനേക്കാൾ 7 മടങ്ങ് വിസ്തൃതി, കേരളത്തിൻ്റെ 10-1 ജനസംഖ്യ അങ്ങനെ എന്തോ ആണ് ഞാൻ 96 ചെല്ലുമ്പോൾ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ബാലകൃഷ്ണൻജി. പിന്നെ കൊല്ലങ്കോടുകാരനായ ഒരു വാസുദേവൻജി ഓഫീസ് സെക്രട്ടറിയുമായിരുന്നു. അതൊരു മലയാളികൾ വിവേകാനന്ദ കേന്ദ്രത്തിൽ ഒരു കാലത്ത് മലയാളികൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പം അതൊന്നും ഇപ്പം നമ്മുടെ മലയാളികൾക്ക് തന്നെ അറിയില്ല. അങ്ങനെ അദ്ദേഹം 1981 വരെ അവിടെ പ്രവർത്തിച്ചു. 81-ലാണ് വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ സെക്രട്ടറി ആകുന്നത്. അപ്പോൾ 82-ലെ ഏകനാഥ്ജി റാനയുടെ ശരീരം വെടിയുന്നു. പിന്നീട് അന്ന് വർക്കിംഗ് പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ എം ലക്ഷ്മി കുമാരി ഇതിൻ്റെ അധ്യക്ഷയാവുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് 95-ൽ സ്വാമി വിവേകാനന്ദൻ്റെ ഭാരത പര്യടനം, അതിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് വിവേകാനന്ദ ഭാരത പരിക്രമ നടക്കുന്നത്. അന്ന് ഞാൻ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. അത് മുഴുവൻ ആസൂത്രണം ചെയ്തത് ബാലകൃഷ്ണൻജിയാണ്. നേതൃത്വം കൊടുക്കുന്നത് ലക്ഷ്മി കുമാരി പ്രസിഡന്റ് ആണെങ്കിൽ എല്ലാം, അതായത് 347 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര പരിക്രമ, 22,000 കിലോമീറ്റർ കവർ ചെയ്ത് ഭാരതത്തിലെ പല യാത്രകളും കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് ബാബറി മസ്ജിദ് തകരുന്നത് 92-ൽ. അപ്പോൾ അന്ന് ഇവിടെ തിരുവനന്തപുരത്ത് അവിടെ ഹോൾട്ട് ചെയ്യേണ്ടി വന്നു, നിർബന്ധിക്കപ്പെട്ടു. മേജർ ജനറൽ കുക്രേതി എന്ന് പറയുന്ന ഒരാൾ ഈ യാത്രയെക്കുറിച്ച് ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അത് വായിക്കേണ്ടതാണ്. അത് വളരെ രസം. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിൽ വളരെ സമർത്ഥനായിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹം പിന്നീട് 1981-ൽ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആവുന്നു. 1996-ൽ പി പരമേശ്വരൻ അധ്യക്ഷനും ബാലകൃഷ്ണൻ സെക്രട്ടറിയും ആകുന്നു. പിന്നെ 2020-ൽ പി പരമേശ്വർജി മരിക്കുമ്പോൾ വീണ്ടും അധ്യക്ഷനാവുന്നു. ഇതാണ് ബാലകൃഷ്ണൻജിയുടെ ഔദ്യോഗിക ജീവിതം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ, ഇത്രയ്ക്കധികം ഒരു സംഘടനയെ നയിക്കാനുള്ള ഒരു സാമർഥ്യം, അതും നിശബ്ദമായ സാമർഥ്യം മറ്റൊരാളിൽ അത് കാണുന്നില്ല. അത് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു സവിശേഷമായ ശൈലിയിൽ ആ സ്ഥാപനത്തെ കൊണ്ടുപോയതുകൊണ്ട് 1/2 നൂറ്റാണ്ട് അത് സുഗമമായി പ്രവർത്തിച്ചു. ഇനി വരുന്ന കാലം
അത് വേറൊരു കാലഘട്ടമായിരിക്കും. കാര്യം ബാലകൃഷ്ണൻജിയുടെ ആ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഓരോ മണൽത്തരികളുടെയും കഥകൾ അറിയാം. എന്നോട് അദ്ദേഹത്തിന് വലിയ വാത്സല്യമായിരുന്നു. കാരണം ഈ പുസ്തകം ഒരു കർമ്മയോഗിയുടെ സന്യാസപർവം, സാധുശീലൻ പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന പരമേശ്വരാനന്ദ സ്വാമിയുടെ ജീവചരിത്രമാണ്. അറിയാലോ സാധുശീലൻ? എല്ലാവരും പറയാം കെ രാമൻപിള്ളയുടെ സഹോദരനല്ലേ എന്നാണ് ചോദിക്കുക. പക്ഷെ വാസ്തവത്തിൽ ഇലങ്കത്ത് വേലായുധം പിള്ള പ്രസിഡൻറ്റും സാധുശീലൻ പരമേശ്വരൻ പിള്ള സെക്രട്ടറിയുമായിട്ടാണ് വിവേകാനന്ദ ശിലാസ്മാരക സമിതി പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ ബാലകൃഷ്ണൻജി ഇന്നലെ, അതായത് ഓഗസ്റ്റ് 26 രാത്രി 12 മണിക്കാണ് മരിക്കുന്നത്. അപ്പോൾ ബാലകൃഷ്ണൻജി സ്മരിക്കുമ്പോൾ നമ്മൾ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ചരിത്രം സ്മരിക്കാൻ കഴിയില്ല. അതെ. അപ്പം നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന എന്താ, ഏകനാഥ റാനഡെ മുതലുള്ള വിവേകാനന്ദ കേന്ദ്രമാണ്. അതിലെത്ര മലയാളികളുണ്ടായി, അവരുടെ ജീവത്യാഗം എന്താണ്, ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ചില വ്യക്തികളെ ചില പ്രത്യേക പോയിന്റുകളിൽ മാത്രം നമ്മൾ അല്ലേ. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിരുന്ന ഒരാൾ അരനൂറ്റാണ്ടുകളോളം അവിടെ പ്രവർത്തിച്ചു എന്ന് എത്ര പേർക്കറിയാം? ഈ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. പക്ഷേ ഇതിലേക്ക് ഈ കേന്ദ്രമുണ്ടാവാൻ, അതിനു മുമ്പ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഉണ്ടാവാൻ കാരണം 1892 ഡിസംബർ 25, 26, 27 തീയതികളിലാണ് സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരിയിലുണ്ടായത്. അപ്പോൾ അതിൻ്റെ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് 1963 62 തന്നെ അതിനെക്കുറിച്ച് ചിന്തകൾ വന്നു. സ്വാമി 3 ദിവസം തപോനിരതനായ കന്യാകുമാരിയിലെ ശ്രീപാദപാറയിൽ എന്തെങ്കിലും ഒരു സ്മാരകം വേണ്ടേ എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെയാണ് ഇലങ്കത്ത് വേലായുധം പിള്ളയും സാധുശീലൻ പരമേശ്വരൻ പിള്ളയും തമ്മിലുള്ള ഒരു പ്രവർത്തനം ആരംഭിച്ച. അതിനും കാരണം ഈ സാധുശീലൻ പരമേശ്വരൻ പിള്ള നേരത്തെ ആര്യ സമാജത്തിൻ്റെ ഒരു വ്യത്യസ്ത സംഘടന, ആര്യ, അതെ ഞാനിപ്പോൾ എൻ്റെ അങ്ങനെയുള്ള ഒരു സംഘടനയുമായിട്ട് അദ്ദേഹം ഈ തിരുവിതാംകൂർ സൈഡിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഗാന്ധി വധത്തിന് ശേഷം ഈ ഹിന്ദു സമാജ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ പ്രതിസന്ധികൾ നേരിട്ടു. ആ സമയത്ത് വേറൊരു പേരിൽ സാധുശീലൻ തെക്കൻ തിരുവിതാംകൂറിൽ മുഴുവനും പ്രവർത്തിച്ചതിൻ്റെ ഒരു ശീലം. അപ്പോൾ കോഴിക്കോട് കേസരിയുടെ പത്രാധിപരായിരിക്കുമ്പോഴാണ് അന്നത്തെ ക്ഷേത്രീയ പ്രചാരക് ദത്താജി ഡിഡോൾക്കർ വന്നിട്ട് പറയുന്നത്, ഇങ്ങനെ വിവേകാനന്ദ കേന്ദ്രത്തിൽ എന്തെങ്കിലും, ശ്രീപാദപാറയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, അങ്ങ് ആ നാട്ടിലൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട്, പ്രവർത്തിച്ച ഒരാളായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെയാണ് കേസരി പത്രാധിപരായിരുന്ന സാധുശീലൻ പരമേശ്വരൻ പിള്ള വീണ്ടും കന്യാകുമാരിയിൽ ജില്ലയിലേക്ക് വരുന്നത്. ഈ ചരിത്രം എത്ര പേര്, ഈ വിവേകാനന്ദ കേന്ദ്ര ശിലാ സ്മാരകത്തിൻ്റെയൊക്കെ ചരിത്രം എത്ര പേര് ഓർക്കുന്നുണ്ട്? അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മന്നത്തെ പത്മനാഭൻ അതിൻ്റെ അധ്യക്ഷനായി പിന്നീട് വരുന്നത്. ഈ സമിതിയുടെ അങ്ങനെ അതെ. അങ്ങനെ, അതായത് കന്യാകുമാരിയിൽ ആഘോഷിച്ച വിവേകാനന്ദ സ്വാമികളുടെ 100ാം ജന്മശതാബ്ദിയുടെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭനായിരുന്നു. അപ്പം 1963 ജാനുവരി 17 ഈ ശ്രീപാദപാറയിൽ ഒരു ടാബ്ലറ്റ് സ്ഥാപിച്ചു. സ്വാമി വിവേകാനന്ദൻ തപസ് ചെയ്ത സ്ഥലം. അതായത് ചിക്കാഗോ പ്രഭാഷണത്തിന് മുമ്പ് അദ്ദേഹം കന്യാകുമാരിയിലെ തപസ്സിന് ശേഷമാണ് പോകുന്നതെന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ജാനുവരി 17 സ്ഥാപിച്ചു. ഫെബ്രുവരി അവസാനത്തോടുകൂടി ആ ടാബ്ലറ്റ് തകർത്തു. ഇതാണ് ടാബ്ലറ്റ് തകർത്തപ്പോൾ ആണ് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഗുരുജി ഗോൾവാൾക്കറുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് ആ കാലഘട്ടത്തിലെ ഏകനാഥ് റാനഡെ നമ്മുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർക്കാര്യവാഹമായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഗുരുജി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു പ്രൊജക്റ്റ് ഉണ്ട്, താങ്കൾക്ക് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ പറ്റുമോ? അപ്പോൾ ഏകനാഥ്ജി റാനഡെ വിവേകാനന്ദ സാഹിത്യവും വായിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്.
അപ്പോൾ അദ്ദേഹം ഗുരുജിയോട് പറഞ്ഞു, ഞാൻ രാമകൃഷ്ണ മിഷനിൽ പോയി ചോദിക്കട്ടെ അവരുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം. അങ്ങനെ അദ്ദേഹം ബേലൂർ മഠത്തിൽ പോയി അതിൻ്റെ പ്രസിഡൻറ്റിനെ കണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ജനകീയമായ ഒരു പ്രൊജക്റ്റ് എടുക്കാനും പ്രക്ഷോഭങ്ങളൊന്നും നടത്താൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ല, ഞങ്ങളുടെ മോറൽ സപ്പോർട്ടുണ്ട് എല്ലാത്തിനും. അങ്ങനെ വന്നിട്ടാണ് ഇദ്ദേഹം ഇതിൻ്റെ ഓർഗനൈസിങ് സെക്രട്ടറി ആവുന്ന ഏകനാഥ റാനഡെ. അങ്ങനെ ഓർഗനൈസിങ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ശിലാസ്മാരകം തകർത്തു, അതിൻ്റെയൊക്കെ കന്യാകുമാരിയെ കന്യാമേരിയാക്കാനുള്ള പരിശ്രമം അത് കന്യാകുമാരിയല്ല, കന്യാമേരി, അവിടെ യേശു ക്രിസ്തുവിൻ്റെ സ്റ്റാച്ചു ആണ് വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് തകർത്തു. പിന്നെ അവിടെ ഒരു കുരിശ് നാട്ടി, ആ കുരിശ് അടിച്ചു തകർക്കാനാണ് കോഴിക്കോട് നിന്നുള്ള ധീവര സമുദായത്തിലെ ആൾക്കാർ, ലക്ഷ്മണൻ ചേട്ടൻ, ബാലൻ ചേട്ടൻ തുടങ്ങിയ ആൾക്കാരെ കൊണ്ടുവന്ന് അതായത് അന്ന് ഇവരൊക്കെ രക്ഷപ്പെടാൻ കാരണം എന്താ, കടലിൽ വഞ്ചി കോഴിക്കോട് നിന്നൊക്കെയാണ് കൊണ്ടുവന്നത്. അതിൽ പോയി നീന്തി അവിടെ കയറി തകർത്ത് തിരിച്ചു വരുമ്പോഴേക്കും ജനം കൂടി. അവർ വിചാരിച്ചു ഞങ്ങളിത് ഈ പരിപാടി നമ്മളെ കഴിയും. അപ്പോഴേക്കും അന്നത്തെ കളക്ടർ വളരെ ബുദ്ധിപൂർവ്വം 144 പ്രഖ്യാപിച്ച് ജനക്കൂട്ടമൊക്കെ പിരിഞ്ഞു പോകാൻ പറഞ്ഞു. അങ്ങനെയാണുള്ളത്. അപ്പോൾ ഏകനാഥ റാനഡെ ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് വരുമ്പോൾ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്ന ഈ ശ്രീപാദപാറയിൽ ഒരു വിവേകാനന്ദ സ്വാമികളുടെ സന്ദർശനത്തിൻ്റെ സരള സ്മരണയ്ക്കായി എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോൾ 2 പേരാണ് അതിന് പ്രതികൂലമായി നിൽക്കുന്നത്. ഒന്ന് കേന്ദ്രമന്ത്രി ഹുമയൂൺ കബീർ, മറ്റൊന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായ ഭക്തവത്സലം. ഏകനാഥ റാനഡെ എന്ത് ചെയ്തു, നേരെ ബംഗാളിൽ പോയി ഒരു പത്രസമ്മേളനം വെച്ചു. അതായത് ബംഗാളിൽ നിന്നും പ്രതിനിധിയായ ഒരു കേന്ദ്രമന്ത്രി മഹാനായ ഒരു ബംഗാളിയുടെ സ്മാരകം വരാൻ എതിർപ്പ് നിൽക്കുന്നു, തടസ്സം നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഏകനാഥ റാനഡയുടെ കീഴിലാണ് ബാലകൃഷ്ണൻജിയൊക്കെ സേവനം ചെയ്തത്. മറ്റുള്ളവരും ബാലകൃഷ്ണൻജി തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിക്കുമ്പോൾ, അപ്പം അങ്ങനെ അവിടെ ആ പത്രസമ്മേളനത്തോടുകൂടി ഹുമയൂൺ കബീർ ഏകനാഥിയെ വിളിപ്പിച്ചു ഓഫീസിലേക്ക്. അന്ന് മാനവ വിഭവശേഷി മന്ത്രി എന്തൊക്കെയാണ് അദ്ദേഹം വിളിപ്പിച്ച്, ഞാനിതിന് എതിരല്ല, എന്ത് സഹായവും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രൈം മിനിസ്റ്റർ നെഹ്റുവാണ്, നെഹ്റുവിനെ പോയി കാണൂ എന്ന് പറഞ്ഞു. നെഹ്റു പറഞ്ഞു, ഭക്തവത്സലമാണ് ചീഫ് മിനിസ്റ്റർ, എതിര് നിൽക്കുന്ന ആളെ പോയി കാണൂ. ഭക്തവത്സലത്തിനെ കാണാൻ പറയുമ്പോൾ, അല്ല പ്രൈം മിനിസ്റ്റർ പറയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഹുമയൂൺ കബീറൊക്കെ പറയുന്നത് ഇത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ സംരക്ഷിക്കണം. അവിടെ പാറയിൽ സ്മാരകം വന്നാൽ കടലും ഇല്ലാതാവും, പാറയും തകരില്ല, അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിപ്പിച്ചു. അപ്പോൾ ഒടുവിൽ നെഹ്റുവിനെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏകനാഥ് റാനഡെ പറഞ്ഞു, ഞാൻ പാർലമെൻ്ററി മെമ്പേഴ്സിനൊക്കെ പോയി കണ്ടൊരു മെമ്മോറാണ്ടം തയ്യാറാക്കാൻ പോവുകയാണ്, വലിയ പ്രശ്നം ഉണ്ടാവും, നിങ്ങളെന്തായാലും തയ്യാറാക്കൂ എന്ന് പറഞ്ഞാൽ അതിൽ ബഹുഭൂരിപക്ഷം പാർലമെൻറ്റേറിയൻസിൻ്റെ ഒപ്പ് വാങ്ങി വിവേകാനന്ദ ശിലാസ്മാരത്തിൽ. അതിൽ ഒപ്പിട്ട ഒരാളാണ് SK പൊറ്റക്കാട്. ഇങ്ങനെയൊക്കെ പല ചരിത്രമുണ്ട്. ഈ ചരിത്രമൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ അതുണ്ടായതല്ല. അതിനുശേഷം പിന്നെ ഒരുപാട് നാൾ കഴിഞ്ഞാണ് നാളുകൾ കഴിയും മാത്രം ഏകനാഥ റാനഡെ വിഭാവനം ചെയ്തത് എന്താണെന്ന് അറിയാം. കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്വാമികളുടെ പേരിൽ ഒരു സ്മാരകം വരുമ്പോൾ സ്വാമി വിവേകാനന്ദനെ ആദരിക്കുന്ന ആരാധിക്കുന്ന എല്ലാവരുടെയും കേന്ദ്രമായി തീരണം. അപ്പം അങ്ങനെയാവുമ്പോൾ അതായിരിക്കുമ്പോൾ സ്വാമി ചിദ്ഭവാനന്ദ, തമിഴ്നാട്ടിലെ പ്രശസ്തനായ ഒരു സ്വാമിയാണ് സ്വാമി ചിദ്ഭവാനന്ദ. അദ്ദേഹം സ്ഥാപിച്ച ഒരു വിവേകാനന്ദ പ്രതിമ കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അദ്ദേഹം അധികാരം അറിയാത്ത ചരിത്രമാണ് ഇതൊക്കെ. അദ്ദേഹം സ്ഥാപിച്ചൊരു പ്രതിമ, അതിനിടയ്ക്ക് ഏകനാഥ റാനഡെ നമ്മളെ പാറയിലൊരു പ്രതിമ സ്ഥാപിക്കുമ്പോൾ സ്വാമി എന്തിനാണ് ഈ ക്ഷേത്രത്തിൻ്റെ പിന്നൊരു സ്ഥാപനം സ്ഥാപിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വെറും പ്രതിമ സ്ഥാപിക്കലല്ല, ഈ സ്വാമി വിവേകാനന്ദൻ്റെ വിശാലമായ വീക്ഷണം മാൻ മേക്കിംഗ് ആൻഡ് നാഷൻ ബിൽഡിംഗ്,
പ്രതിമ സ്ഥാപിച്ചു, കുറെ പണം അവിടുന്ന് ഇവിടുന്നൊക്കെ ഉണ്ടാക്കി, അത് നമ്മുടെ സമകാലീന കേരളത്തിൽ ഇതല്ലേ നടക്കുന്നത്. കളക്ഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ പേരിൽ അടി വെക്കുക, പണം മോഷ്ടിച്ചു. അതെ. അപ്പം ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന? ചിദ്ഭവാനന്ദ ഏകനാഥിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ 1963 തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ 70 അവസാനിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു 70 സെപ്റ്റംബർ 2, വരുന്ന സെപ്റ്റംബർ 2 വാർഷികമാണ് വരുന്നത്. അപ്പം അദ്ദേഹം ചിന്തിച്ചപ്പോഴാണ് 1973 വിവേകാനന്ദ കേന്ദ്രം ഉണ്ടാക്കുകയും അവിടെ ജീവൻ വൃതി, അതായത് താങ്കൾ പറഞ്ഞ പോലെ കാവിയെടുക്കാത്ത സന്യാസിമാർ. ഈ കാവി വലിയൊരു പ്രശ്നമാണ്. ഇത് കാവിയെടുക്കാത്ത സന്യാസിമാർ, കർമ്മയോഗികൾ. ഏകനാഥ്ജി പറഞ്ഞു ഇവിടെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരാണ്, പണ്ഡിതന്മാരെയോ മറ്റുള്ളവരെന്നല്ല ഇവിടെ വേണ്ടത്. നിസ്വാർത്ഥ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ലളിത ജീവിതവും നയിക്കുന്ന ആ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബാലകൃഷ്ണൻജിയൊക്കെ വ്യോമ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഉടനെ തന്നെ അദ്ദേഹം വന്ന് ചേർന്നു അവിടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടേക്കാണ്, അരുണാചൽ പ്രദേശിലേക്കാണ് പോയത്. അവിടുത്തെ ഇതേപോലെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച കഥ പോലെ. അപ്പോൾ എൻ്റെയൊക്കെ ജീവിതത്തിൽ വളരെ ഘനഗാംഭീര്യമുള്ള ശബ്ദമാണ്. എവിടെ കണ്ടാലും ഓർമ്മ വരും. ഒരാൾ ഒരിക്കലും കണ്ട രാജീവ് വരണം, സുഖം തന്നെയല്ലേ എന്ന് പറയും. പിന്നെ അദ്ദേഹത്തിനെയൊന്നും സ്തുതിച്ചുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് മറ്റ് പലരുടെ കാര്യം അങ്ങനെയല്ല. ഈ സ്തുതി പാഠകന്മാരെ അവർക്ക് വലിയ പ്രിയമാണ്. ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ വലിയൊരു പ്രത്യേകത കാണുന്നത്. അതുകൊണ്ടാണ് ഈ സാധുശീലൻ പരമേശ്വരൻ പിള്ളയുടെ പുസ്തകം, ആദ്യം ഒരു ചെറിയ പുസ്തകം വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, രാജീവ് ഇവിടെ വന്ന് താമസിച്ച് ഞാനൊരു കോട്ടേജൊക്കെ തരാം, സ്വാമിയും കൊണ്ട് വന്ന് ഇതിൻ്റെ ചരിത്രം മുഴുവനും തയ്യാറാക്കണം എന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റേതായ ഒരുപാട് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ. അപ്പോഴേക്കും സാധുശീലം പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന പരമേശ്വരാനന്ദ സ്വാമിക്ക് പലർക്കും അനഭിമതനായിത്തീർന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും വളരെ പോയി. കാര്യം ഇദ്ദേഹമൊക്കെ പല കാര്യങ്ങളും തുറന്ന് പറയും, അക്കാലം നോക്കാതെ പറയുന്ന ആളാണ് പരമേശ്വരൻ. അപ്പം അതൊക്കെ എന്നിരുന്നാലും ബാലകൃഷ്ണൻജി പറഞ്ഞു, അതൊന്നും നിങ്ങൾ നോക്കണ്ട, നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്മരണയിലൂടെ വിവേകാനന്ദ കേന്ദ്രത്തെ ഈ അറിയപ്പെടാത്ത ചരിത്രം തയ്യാറാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ. സ്വാമി വളരെ ഒരു കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടിപ്പോയി, സാധുശീലം പരമേശ്വരൻ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് വിവേകാനന്ദ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ബാലകൃഷ്ണൻജി ഒരുക്കി കൊടുത്തു. കാരണം സാധുശീലം പരമേശ്വരൻ പിള്ള വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ആദ്യത്തെ ക്യാമ്പസ് ഇൻചാർജാണ്. പിന്നീടാണ് ജ്ഞാനാനന്ദ സരസ്വതി അവിടെ വരികയും അവിടെ നിന്നും സന്യാസം സ്വീകരിച്ച് ശ്രീകൃഷ്ണ മന്ദിറിലേക്ക് വരുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞത് ബാലകൃഷ്ണൻജി 2026 ഓഗസ്റ്റ് 26 അർദ്ധരാത്രി 12:05 എന്തുവാണ് അദ്ദേഹം സമാധിയാവുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ചരിത്രം സംക്ഷിപ്തമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ പല ഒരു പ്രസ്ഥാനമാവുമ്പോൾ അതിൻ്റെ ഗതിവിഗതികൾ അതൊന്നും ബാലകൃഷ്ണൻജി ബാധിക്കാതെ പലരും എത്രയോ പേര് അതിനിടയ്ക്ക് പുറത്തു പോയി, ഒന്നുമല്ലാതെ പോയവരുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒന്നും ആവാനും ശ്രമിച്ചിട്ടില്ല. പക്ഷേ 2000 അദ്ദേഹം അധ്യക്ഷനാകുമോ അതോ മറ്റു പലരും ആകുമോ എന്നൊക്കെ ഒരു ചർച്ച ഭാരതം മുഴുവനും ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രസ്ഥാനത്തിൻ്റെ ഓരോ കല്ലും 73 മുതൽ ഓരോ കല്ലിൻ്റെയും കഥ ബാലകൃഷ്ണൻജിക്ക് അറിയാം. അങ്ങനെ നമ്മളിവിടെ ബാലകൃഷ്ണൻജിയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന ഇങ്ങനെ ഓരോ മഹത്തായ പ്രസ്ഥാനങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച, വളരെ നിശബ്ദമായി പ്രവർത്തിച്ച, നിസ്തുലമായി പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്, മഹാപുരുഷന്മാർ. അവരുടെ ജീവിതവും സന്ദേശവും തിരസ്കരിക്കപ്പെടുന്നില്ലേ? തിരസ്കരിക്കപ്പെടാൻ പറ്റിയില്ലെങ്കിലും തമസ്കരിക്കപ്പെടുന്നില്ലേ? അതിനിടയ്ക്ക് പല ആൾക്കാരും
സ്വാർത്ഥവും സ്ഥാപിത താല്പര്യമായിട്ടുള്ള ആൾക്കാർ കടന്നു വരും. അപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഏകനാഥ് റാനഡെ എന്ന് പറയുന്ന മഹാനായ ഒരു എന്താ പറയേണ്ട ഒരു മാൻ മേക്കിംഗ്, അതായത് കർമ്മയോഗി മാത്രമല്ല, അനവധി കർമ്മയോഗികളെ, എ ബാലകൃഷ്ണനെ പോലെയുള്ള കർമ്മയോഗികളെ സൃഷ്ടിച്ച, ഏകനാഥ റാനഡെ സ്ഥാപിച്ച വിവേകാനന്ദ ശിലാസ്മാരകവും വിവേകാനന്ദ കേന്ദ്രവും, അത് ഇത്ര കാലം അഭംഗുരമായി ആദർശത്തിൽ നിന്ന്, അതായത് സേവനവും ത്യാഗവും എന്ന വിവേകാനന്ദ ആദർശങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ പോകാൻ കാരണം എ ബാലകൃഷ്ണനെ പോലെയുള്ള, ഞാൻ വീണ്ടും പറയാണ്, യശോകാമനയില്ലാത്ത കർമ്മയോഗികളാണ്. എന്തു ചെയ്യാം, അത്തരം മനുഷ്യരെ ദുർലഭമാണ് മനുഷ്യജന്മം. അതിൽ തന്നെ ദുർലഭമാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികളും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യർ. വാസ്തവത്തിൽ അവർ സമൂഹത്തിൻ്റെ യഥാർത്ഥ വഴികാട്ടികൾ അവരാണ്. ഇപ്പോൾ അങ്ങിപ്പോൾ പറഞ്ഞ എ ബാലകൃഷ്ണൻജിയുടെ ജീവചരിത്രവും വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ചരിത്രവും ഇഴപിരിയാത്ത വിധം കൂട്ടിപ്പിണഞ്ഞു കിടക്കുകയാണ്. ഒരുപാട് കഥകളുണ്ട്. അവസാനം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വളരെ അവശനായിട്ടിരിക്കുകയാണെങ്കിലും നല്ല ഓർമ്മ, രാജീവ് വരണം, ഇരിക്കണം, എന്തൊക്കെയുണ്ട് കേരളത്തിലെ വിശേഷങ്ങൾ. അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, പണ്ട് കേരളത്തിൽ നിന്നായിരുന്നു കൂടുതൽ ജീവൻ പ്രതികൾ, ഇന്ന് മഹാരാഷ്ട്രയിലെ വിദർഭ സൈഡിൽ നിന്നാണ്. ഏകനാഥ്ജിയുടെ ഒക്കെ പ്രവർത്തനങ്ങളെ കൊണ്ട് കേരളം ഈ നിലയ്ക്ക് പോയാൽ എന്താകുമെന്നാണ് രാജീവ് ഇരിഞ്ഞാലക്കുടയുടെ അഭിപ്രായം. ഞാൻ ചില പത്രങ്ങളൊക്കെ നിർത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു അതിനിടയ്ക്ക്, കാരണം അതിൽ നിന്നൊന്നും വിവരം കിട്ടുന്നില്ല. അപ്പോൾ സമൂഹത്തെ ഇത്രയ്ക്കധികം സശ്രദ്ധമായി വീക്ഷിച്ച ഒരാൾ വളരെ അപൂർവമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ജീവൻ പ്രതികളെയൊക്കെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നത്. കാരണം താങ്കൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കാവ്യുടുത്താൽ പല നേട്ടങ്ങളുണ്ട്. കാവ്യുടുക്കാത്ത ആൾക്കാരെ കണ്ടെത്തി, അതും ആധുനിക വിദ്യാഭ്യാസം കിട്ടിയവരാണ് അവിടെ വരുന്നത്. അവരെ നിലനിർത്തണമെങ്കിൽ ഇവിടെ തൻ മൻ ധൻ സമർപ്പണം എന്നൊക്കെ പറയാം. പക്ഷെ ആ പറയുന്ന ആൾക്കാരെ അവരുടെ ത്യാഗമനോഭാവത്തിന് കോട്ടം തട്ടാതെ നിലനിർത്തണമെങ്കിൽ, ഞാൻ വിവേകാനന്ദ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അവിടെ നിന്നൊക്കെ മാറി നിന്നപ്പോഴും ബാലകൃഷ്ണൻജിയെ പോലെയുള്ള ആൾക്കൊക്കെ നമ്മളെക്കുറിച്ചിട്ട് വലിയ ഒരു നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അത് കേൾക്കാനെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയേണ്ട ഒരു യുഗപുരുഷൻ്റെ, കർമ്മയോഗിയുടെ അന്ത്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിത്യസ്മരണ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹം കൊളുത്തിയ മാർഗദീപം നൂറുകണക്കിന് മനുഷ്യർക്ക് പ്രചോദനവും പ്രേരണയും മാതൃകയുമായി തീരട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. ഓം ശാന്തി.